ഹലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോണത് മില്ലർ ഇൻഡിസസും റെസിപ്രോക്കൽ ലാറ്റിസും. അതില് അപ്പോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയി പറയാണ്. വാട്ട് ആർ സോളിഡ്സ്? സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്, അല്ലെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ. ഇത് സോളിഡ്സ് ആർ ക്ലോസ്ലി പാക്ഡ് സ്ട്രക്ചേഴ്സ്. സോളിഡ്സ് എന്താന്ന് അറിഞ്ഞാലാണ് നമുക്ക് ബാക്കിയൊക്കെ പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് വിത്ത് സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എന്താണ്? അവ തമ്മിൽ എന്തുണ്ടാവും? അതിലത്തെ മോളിക്യൂൾസ്, സോളിഡ്സിലുള്ള ഓരോ മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ടാവും? നല്ലോണം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാവും. അങ്ങനെ എന്തുണ്ടാവും? അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പും വോളിയും ഉണ്ടാവും. ഗ്യാസിനും ലിക്വിഡിനും എന്തില്ല? അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പോ വോളിയോ ഒന്നും ഇല്ല. എന്തുകൊണ്ടാ? അവിടെ ഫോഴ്സ്, മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? വളരെ കുറവാണ്. സോളിഡ്സിനെ നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ സോളിഡ്സ് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അവ തമ്മിൽ എന്താണ്? സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും അവരുടെ മോളിക്യൂൾസ് തമ്മിൽ. എന്തുണ്ടാവും അപ്പോ? അത് കാരണം ഫിക്സഡ് ഷേപ്പും വോളിയും എന്തുണ്ടാവും? ഉണ്ടാവും. ഈ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ്. അപ്പൊ സോളിഡ്സിൽ കുറെ മോളിക്യൂൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം കുറെ ഇങ്ങനെ അടുപ്പിച്ചാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആറ്റംസിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ട് സോളിഡ്സിനെ നമ്മൾ രണ്ട് ടൈപ്പ് ആക്കി തിരിച്ചിട്ടുണ്ട്. എത്ര ടൈപ്പാണ്? രണ്ട് ടൈപ്പ് ആക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഇതാണ് എന്ത്? ക്രിസ്റ്റലൈൻ. ഒന്ന് ക്രിസ്റ്റലൈനും പിന്നെ ഒന്ന് നോൺ ക്രിസ്റ്റലൈൻ. നോൺ ക്രിസ്റ്റലൈൻ നമ്മൾ വേറൊരു പേരും കൂടി പറയും, അമോർഫസ് എന്നും കൂടി പറയും. അപ്പോ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്താവും? റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് അതിന് ഉണ്ടാവുക. എങ്ങനെ ഉണ്ടാവുക? റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് അതിന് ഉണ്ടാവുക. അപ്പൊ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്സ് രണ്ട് ടൈപ്പാക്കി തിരിച്ചിട്ടുണ്ട്. എങ്ങനെ? ആറ്റംസിന്റെ അറേഞ്ച്മെന്റിന്റെ ബേസിസിൽ ഒന്ന് ക്രിസ്റ്റലൈനും പിന്നെ ഒന്ന് എന്താണ്? നോൺ ക്രിസ്റ്റലൈൻ. നോൺ ക്രിസ്റ്റലൈനിൽ പറയുന്ന വേറൊരു ഫോമാണ് എന്താണ്? അമോർഫസ്. അമോർഫസ് എന്നും കൂടി പറയും. അപ്പൊ രണ്ട് തരത്തിലുണ്ട്, ക്രിസ്റ്റലൈനും നോൺ ക്രിസ്റ്റലൈനും. അപ്പൊ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന് എന്തുണ്ടാവും? റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്. അതായത് ഓരോ ഭാഗവും എന്താവും? കൃത്യമായിട്ട് റെഗുലർ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ നാച്ചുറൽ കൂടുതലായി കാണുന്നതും എന്താ? ഇങ്ങനത്തെ ക്രിസ്റ്റലൈൻ ആണ്. ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സോളിഡ്സ് തന്നെയാണ് കൂടുതലായിട്ട് നാച്ചുറലും കാണുന്നത്. ഇവ എന്താണ്? നല്ലോണം സ്റ്റേബിൾ ആണ്. ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഏത്? ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ. അതിന്റെ എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ഡയമണ്ട്, ക്വാർട്സ്, അതൊക്കെ എന്താണ്? അതിന്റെ എക്സാമ്പിൾ ആണ്. കോപ്പർ, ഡയമണ്ട്, ക്വാർട്സ് ഒക്കെ എന്താണ്? ക്രിസ്റ്റലൈന്റെ എക്സാമ്പിൾ ആണ്. നോൺ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്താണ്? റാൻഡം ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. അതെന്താണ്? അവിടെ ഒരു അറേഞ്ച്മെന്റും ഇല്ല. ഇത് കൃത്യമായിട്ട് ഇങ്ങനെയാണ് എന്നുള്ളതിനുള്ള ഒരു നിർബന്ധവും ഇല്ല. എന്താണ്? റാൻഡം ആയിട്ടാണ്. ഇത് ഒരു മോളിക്യൂൾ ഇവിടെ ആണെങ്കിൽ ഒന്ന് അപ്പുറത്തോ അപ്പുറത്തോ അങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇതും ഉണ്ടാവില്ല. എന്താണ്? റാൻഡം ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ് റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് ഒക്കെ. ഇത് ക്രിസ്റ്റലൈൻ്റെ അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല. അപ്പൊ രണ്ട് ടൈപ്പ് സോളിഡ്സിന്റെ ഏതൊക്കെയാണ്? ക്രിസ്റ്റലൈനും അമോർഫസും. ഇനി ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താ ആ സോളിഡ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ ലാറ്റിസ് ആണ് അതിൽ ആദ്യമായിട്ട് പറയുന്നത്. ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പീരിയോഡിക് അറേഞ്ച്മെന്റ് ഓഫ് ഇമാജിനറി പോയിന്റ്സ് ഇൻ സ്പേസ്. അതിപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്പേസ് കൺസിഡർ ചെയ്യാണ്. ആ സ്പേസിൽ നമ്മൾ എന്ത് ചെയ്തു? കുറെ പോയിന്റ്സ്, അതായത് പീരിയോഡിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഉള്ള ഓരോ പോയിന്റ്സ് എടുത്തു. അപ്പൊ അത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ സ്പേസ്. ഈ സ്പേസിലെ ഓരോ പോയിന്റ്സ് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യാണ്? കുറെ പോയിന്റ്സ്, റെഗുലർ ആയ പോയിന്റ്സ്, അതാണ് ലാറ്റിസ് എന്ന് പറഞ്ഞത്. അങ്ങനെ കൃത്യമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ എന്തുണ്ടാവും? പോയിന്റ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പേസ് ലാറ്റിസ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ ഓരോ പോയിന്റ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ?
ലാറ്റിസ് എന്ന് പറയാം. ഓക്കെ, ലാറ്റിസ് ആണ് ഇപ്പൊ കാണിച്ചത്. അപ്പോ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പീരിയോഡിക് അറേഞ്ച്മെന്റ് ഓഫ് ഇമാജിനറി പോയിന്റ്സ് ഇൻ സ്പേസ്. ഒരു സ്പേസിൽ എന്ത് ചെയ്യാണ്, അവിടെ ജസ്റ്റ് ഇമാജിനറി ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്തു, അങ്ങനെ പീരിയോഡിക് ആയിട്ട് അറിയാം. ഇപ്പൊ മുകളില് ഇപ്പൊ ആദ്യത്തെ റോയില് ഒരു 5 ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ അതേ ഇതിൽ തന്നെ എന്തുണ്ടാവും, 5 പോയിന്റ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു സ്പേസിൽ ഒരു 2-3 റോയില് എന്താ ഒരേപോലെ പോയിന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കണ എന്ത് പറയാ, ലാറ്റിസ് എന്ന് പറയാം. ഇനി ഇഫ് ലാറ്റിസ് if the lattice point in a lattice has identical surrounding, then called Bravais lattice. ഇത് ലാറ്റിസിനെ നമ്മൾ ബ്രേവിസ് ലാറ്റിസ് എന്ന് പറയണത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ലാറ്റിസ് എടുക്കണം, ഒരു സ്പേസ് ലാറ്റിസ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ ഒരു ലാറ്റിസ് എടുക്കും. ഈ ലാറ്റിസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു അതാ അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള സറൗണ്ടിങ്സ്, അതായത് ഇപ്പൊ ഈ പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഏകദേശം ഇതേപോലെ ഒരേപോലെയുള്ള പോയിന്റ്സ് ആണുള്ളത്. അതേപോലെ ഇത് എടുക്കുകയാണെങ്കിലും എന്താണ്, ഐഡന്റിക്കൽ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണുള്ളത്. അങ്ങനെ ഐഡന്റിക്കൽ ആയിട്ട് ഉള്ള സറൗണ്ടിങ്, അതായത് കൃത്യമായിട്ട് ഒരു സ്പേസിലാണ് അത് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, ബ്രേവിസ് ലാറ്റിസ്. എന്താണ്? ബ്രേവിസ് ലാറ്റിസ്. അപ്പോ ഇഫ് ദ ലാറ്റിസ് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഹാസ് ഐഡന്റിക്കൽ സറൗണ്ടിങ്, ദെൻ കോൾഡ് എന്താണ്, ബ്രേവിസ് ലാറ്റിസ് എന്നാണ് പറയുക. ഇനി യൂണിറ്റ് സെല്ല്. യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് എന്ത്, യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോ നമ്മളൊരു വീട് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ളത് എന്താണ്, തറയാണ്. അപ്പൊ അതേപോലെ എന്താണ്, ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു അടിത്തറ എന്താണ്, യൂണിറ്റ് സെല്ലാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക്. ഈ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. യൂണിറ്റ് സെൽ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. അതാണ് ഒന്ന് പ്രിമിറ്റീവും പിന്നെ ഒന്ന് എന്താണ്, നോൺ പ്രിമിറ്റീവും. അപ്പൊ യൂണിറ്റ് സെൽ എത്ര ടൈപ്പ് ഉണ്ട്? പ്രിമിറ്റീവും ഉണ്ട്, നോൺ പ്രിമിറ്റീവും ഉണ്ട്. ഈ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്താണ്, 1 ആണ്. അതായത് ഇപ്പൊ ഒരു നമ്മള് ഒരു യൂണിറ്റ് ഒരു ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്രിസ്റ്റൽ എടുക്കുകയാണ്, ഒരു സിമ്പിൾ ക്യൂബിക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കോർണേഴ്സിൽ മാത്രമാണ് എന്തുണ്ടാവുക, ആറ്റംസ് ഉണ്ടാവുക. ഈ കോർണേഴ്സിൽ 8 കോർണേഴ്സിൽ എന്തുണ്ടാവുക, ആറ്റംസ് ഉണ്ടാവും. അപ്പൊ ഈ ഓരോ 8 കോർണേഴ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇതേപോലെയുള്ള കുറെ ഇതായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഷെയർ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഓരോ ഭാഗവും എന്ത് ചെയ്യും, ഇപ്പൊ ഒരു ഇതിന്റെ ഒരു കോർണറത്തെ ഒരു ആറ്റം എന്ന് പറയുന്നത് അതേപോലെ 8 ഇതിനെ എന്ത് ചെയ്യും, 8 യൂണിറ്റ് സെല്ലിനെ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 8 കോർണേഴ്സ് ഉണ്ട്. 8 ഇൻറ്റു 1/8. ഈ 1/8 എങ്ങനെയാ വെച്ചാൽ ഒരു ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്, 8 എണ്ണമായിട്ട് ഷെയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1/8. അപ്പൊ 8 ഇൻറ്റു 1/8 എന്ന് കിട്ടും, ഈ 8 വെട്ടിപ്പോയി 1. അപ്പൊ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് അവിടെ എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. ആ യൂണിറ്റ് സെല്ലില് ഒരൊറ്റ ഒന്നെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് ഉള്ളൂ. അതാണ് പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് യൂണിറ്റ്സ്, അതിന്റെ എക്സാമ്പിൾ ആണ് സിമ്പിൾ ക്യൂബിക്. സിമ്പിൾ ക്യൂബിക് ആണ് അതിന്റെ എക്സാമ്പിൾ. ഇനി നോൺ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്, മോർ ദാൻ 1 ആവും. അതായത് 1 ആവില്ല, അതിൽ കൂടുതൽ ഉണ്ടാവും. ഇപ്പോൾ ബോഡി സെന്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർണേഴ്സിലും ഉണ്ടാവും. ബോഡി സെന്റേർഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോർണേഴ്സിലും ആറ്റംസ് ഉണ്ടാവും. അതേപോലെ എന്താവും, ഈ ബോഡിയുടെ സെന്ററിൽ എന്തുണ്ടാവും, ഒരു ആറ്റം ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് വന്നു, ആദ്യം ഇതേപോലെ കോർണേഴ്സിലുള്ള ആറ്റം 1/8 ഇൻറ്റു 8 പ്ലസ് പിന്നെ എന്തുണ്ട്, ബോഡി സെന്ററിൽ വേറെ ഒരു ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നു യൂണിറ്റ് സെല്ലായിട്ട്. അപ്പൊ അവിടെ എന്താ, 1. അപ്പൊ എന്ത് കിട്ടി, ഈ 8 പോയി 1, 1 + 1 എന്ത് കിട്ടി, 2 കിട്ടി. അപ്പൊ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് അവിടെ എന്താണ്, 2 ആണ്. മോർ ദാൻ 1 അല്ലേ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ അവിടെ അതെന്താണ്, നോൺ പ്രിമിറ്റീവ് ആണ്. അതിനെയാണ് എന്ത് പറയാ, നോൺ പ്രിമിറ്റീവ് എന്ന് പറയാ. ഇതേപോലെ ഫേസ് സെന്റേർഡ് എടുക്കുകയാണെങ്കിലോ ഓരോ ഫേസിലും ഇതേപോലെ ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് വരും, എത്ര എണ്ണം വരും, 6 എണ്ണം വരും. ഓക്കെ, 6 ഫേസ് ഉണ്ടല്ലോ. അപ്പോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് മോർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, നോൺ പ്രിമിറ്റീവ് ആണ് അതിന്റെ പേര്. അപ്പൊ യൂണിറ്റ് സെൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ട്, സോളിഡ്സ് 2 ടൈപ്പ് ഉണ്ട്, ക്രിസ്റ്റലൈനും നോൺ ക്രിസ്റ്റലൈനും ഉണ്ട്. അതേപോലെ ഏതാ
യൂണിറ്റ് സെല്ല് 2 തരത്തിലുണ്ട്, പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവും. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലർ ഇൻഡിസസ് ആണ്. അപ്പൊ ഈ മില്ലർ ഇൻഡിസസ് പറയാൻ വേണ്ടിയിട്ട് ആദ്യം പറയുന്നത് ഇന്റർ പ്ലാനാർ സ്പേസിംഗ്. എന്താണ് ഇന്റർ പ്ലാനാർ സ്പേസിംഗ്? അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണത് സ്മോൾ ഡിയും എന്നിട്ട് താഴെ എന്താണ് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് HKL എന്നും ഡിനോട്ട് ചെയ്യും. അപ്പോ ദ സ്പേസിംഗ് ബിറ്റ്വീൻ 2 സക്സസീവ് പ്ലെയിൻസ്. ഇതിപ്പോ ഒരു ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു യൂണിറ്റ് സെല്ല്. ഉള്ള യൂണിറ്റ് സെല്ലില് എന്തുണ്ട്? ഇതൊരു പ്ലെയിൻ ആണ് അല്ലെ, ഇതൊരു പ്ലെയിൻ ആണ്. അതേപോലെ ഇപ്പുറത്തുനിന്ന് എന്താണ്? ഒരു പ്ലെയിൻ ആണ്. അപ്പൊ ഈ 2 പ്ലെയിന് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഈ സ്പേസിംഗ്, അതായത് ഇന്റർ പ്ലാനാർ സ്പേസിംഗ് എന്ന് പറയാം. അത് 2 പ്ലെയിന്, സക്സസീവ് ആയ 2 പ്ലെയിന് തമ്മിലുള്ള സ്പേസിങ്ങിനെയാണ് എന്ത് നമ്മൾ പറയാ? ഇന്റർ പ്ലാനാർ സ്പേസിംഗ് എന്ന് പറയാം. അപ്പൊ ഇവിടെ HKLനെയാണ് എന്ത് നമ്മൾ പറയാ? മില്ലർ ഇൻഡിസസ് എന്ന് പറയാ. HKL ആണ് എന്ത്? മില്ലർ ഇൻഡിസസ്. സ്പേസിംഗ് ബിറ്റ്വീൻ 2 സക്സസീവ് പ്ലെയിൻസിനെയാണ് ഇന്റർ പ്ലാനാർ സ്പേസിംഗ് എന്ന് പറയാ. ഇവിടെ HKL ആണ് എന്ത്? മില്ലർ ഇൻഡിസസ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു രണ്ട് പോയിന്റ്സ് എന്ന് വിചാരിക്കാം. നമുക്ക് 2 പ്ലെയിൻസ് തമ്മിലുള്ള ഇത് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യാം. അപ്പൊ DHKL എന്ന് പറയുന്നത് സ്പേസിംഗ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ആണ് 1/√H² + K² + B² + L² / C². അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ തരും? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തരും? H എന്താ, K എന്താ, L എത്രയാന്ന് തരും. ഇത് Hഉം Kയും L എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലെയിനെയാണ് എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പ്ലെയിനെയാണ്. അപ്പോ HKL തരും. പിന്നെ അതേപോലെ ഈ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ ഡിസ്റ്റൻസ് A, ഈ ഡിസ്റ്റൻസ് B, അതേപോലെ ഇപ്പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് C. അങ്ങനെ ഒരു ക്യൂബിന്റെ സൈഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ABC. ക്യൂബ് എന്നല്ല, അങ്ങനെയുള്ള ഒരു യൂണിറ്റ് സെല്ലിന്റെ ഓരോ സൈഡ്സ് ആണ് ഈ ABC എന്ന് ഡിനോട്ട് ചെയ്യണത്. അപ്പൊ നമുക്ക് എന്ത് തരും? ഒരു പ്ലെയിനിലുള്ള പ്ലെയിൻ എത്രയാണ്? പ്ലെയിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ 110 ഇതൊരു പ്ലെയിൻ ആണ്. അല്ലെങ്കിൽ 101 ഇതൊക്കെ ഓരോ പ്ലെയിൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതിൽ ഈ ഫസ്റ്റത്തെ 1 എന്ന് പറയുന്നത് H, രണ്ടാമത്തെ 0 എന്ന് പറയുന്നത് K, ലാസ്റ്റത്തെ 1 എന്ന് പറയുന്നത് L. അപ്പൊ ഈ HKL തരും, ABC തരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? DHKL കാണാം, സ്പേസിങ് കാണാം, ഇന്റർപ്ലാനാർ സ്പേസിങ് കാണാൻ പറ്റും. ഈ ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലെ? അത് Aയും Bയും Cയും എന്താവും? ഈക്വൽ ആവും. ഇപ്പൊ സ്ക്വയറിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പറയുന്ന പോലെ ക്യൂബിലും എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ എന്തായി മാറും? ഈ H²/A² + K²/B² + L²/C², ആ റൂട്ടിനുള്ള സാധനം എന്ന് പറയുന്നത് ഈ താഴെയുള്ള ഡിനോമിനേറ്റർ എല്ലാം എന്താവും? സെയിം ആവും. അത് A² അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? √H² + K² എഴുതാം. അതായത് 1/√H² / A² + K² / B² + L² / C² അല്ലേ? അപ്പൊ ഇത് 3 ഈക്വൽ ആയി. ഇത് 3 ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താഴെയുള്ളൊക്കെ എന്താവും? H²/A² + K²/A² + L²/A² എന്നായി. അപ്പൊ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ സെയിം ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് പുറത്തെടുത്ത് അപ്പൊ അതിനെ മോളിക്ക് എടുത്തു. അതായത് റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോ A വരുമല്ലോ. അപ്പൊ 1/ അങ്ങനെ അതെന്തായി മാറി? DHKL എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു A/√H² + A² + L² ആയി മാറി. അപ്പൊ ഇത് ക്യൂബിക്കിന്റെ കേസിൽ മാത്രമാണ്, അത് മറക്കരുത്. അല്ലെങ്കിൽ എന്താണ്? ഈ ഇക്വേഷൻ ആണ് വരിക. 1/√H² / A² + K² / B² + L² / C². ഇതാണ് നമ്മുടെ എന്ത്? ഇന്റർപ്ലാനാർ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്താണ് എന്ത്? നമ്മുടെ ടോപ്പിക് മില്ലർ ഇൻഡിസസ്.
മില്ലർ ഇൻഡിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ HKL ആണ് മില്ലർ ഇൻഡിസസ് എന്ന് പറഞ്ഞു. അതായത് നമ്മളൊരു പ്ലെയിന് ഇപ്പോ ഒരു ക്യൂബ് ഉണ്ട്, ഒരു ക്യൂബാണെന്ന് വിചാരിക്കുക. ഒരു ക്യൂബ് ഇങ്ങനെയുള്ളൊരു ക്യൂബ്. ഈ ക്യൂബില് അങ്ങനെ നമ്മൾ ആക്സിസ് എടുക്കണം. ഇത് A, B, ഇത് C. അങ്ങനെയുള്ള ആക്സിസ് എടുക്കുമ്പോൾ ഇതൊരു പ്ലെയിൻ ആണ് അല്ലേ? ഇതും വേറൊരു പ്ലെയിൻ ആണ്. അതേപോലെ ഇപ്പുറത്തും ഒരു പ്ലെയിൻ ആണ്, ഇവിടെ ഒരു പ്ലെയിൻ ആണ്. അങ്ങനെ നമുക്ക് എന്തുണ്ട്, കുറെ പ്ലെയിൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയിനിനെ നമ്മൾ എടുക്കണതിനെയാണ് നമ്മൾ പറയുക. അപ്പൊ ഈ ആക്സിസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താവും, ഈ എന് മാത്രം 1 വരും അല്ലെ? മറ്റേത് രണ്ടും എന്താണ് എക്സ്റ്റെൻഡ് ആയിട്ട് ബിയിലും സിയിലും മുട്ടണില്ല. അപ്പൊ എന്താണ് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ പ്ലെയിൻ ആണ് എന്ത് 100. 100 ആണ് എന്ത്, ഈ മുകളിലത്തെ പ്ലെയിനിന് 100. അപ്പൊ അങ്ങനെ ഓരോ പ്ലെയിനിനെയും നമ്മള് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യണതാണ് എന്ത്, മില്ലർ ഇൻഡിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മില്ലർ ഇൻഡിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓരോ പ്ലെയിനിനെയും ഡിനോട്ട് ചെയ്യണ കാര്യമാണ് എന്ത്, മില്ലർ ഇൻഡിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റെസിപ്രോക്കൽ ഓഫ് ഇന്റർസെപ്റ്റ്സ് മെയ്ഡ് ബൈ the planes on the crystallographic axis. ഇത് ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് ആണ് ഇപ്പൊ നമ്മൾ ABC എടുത്തത്. അങ്ങനെയുള്ള ആക്സിസില് ഒരു പ്ലെയിൻ എവിടെയാണോ മുട്ടണം അതാണ് എന്ത്, ഇന്റർസെപ്റ്റ്സ്. അപ്പൊ ആ ഇന്റർസെപ്റ്റ്സ് എന്ന് പറയണെങ്കിൽ നമ്മൾ A/H അല്ലെങ്കിൽ B/K അങ്ങനെ എടുക്കും. അങ്ങനെയുള്ളതിനെ അപ്പൊ ഈ H ഉം K യും എല്ലാം ഒക്കെ എന്താണ്, റെസിപ്രോക്കൽ ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയണം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും, സ്മോളസ്റ്റ് നമ്പേഴ്സ് ആയിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ മില്ലർ ഇൻഡിസസ് എന്ന് പറയുക. അപ്പൊ ഇത് മനസ്സിലാവാൻ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്താൽ നേരെ മില്ലർ ഇൻഡിസസ് എന്താന്ന് മനസ്സിലാവും. അപ്പൊ ഇറ്റ് റെപ്രസെന്റ്സ് എ പ്ലെയിൻ വിത്ത് ഇൻഡിസസ് HKL. എന്താണ്, ഒരു ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിൽ നമ്മൾ ഇന്റർസെപ്റ്റ്സ് ഉണ്ടാവും പറഞ്ഞു. ഇതൊരു പ്ലെയിന് കട്ട് ചെയ്യണ ഭാഗമാണ് ഇന്റർസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു പ്ലെയിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണ സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ഇൻഡിസസ്. നമ്മൾ ഇൻഡിസസ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുക, HKL. ഇത് ഇൻഡിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലെയിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണ ഒരു കാര്യമാണ് എന്ത്, മില്ലർ ഇൻഡിസസ്. അതിനെ നമ്മൾ എന്താണ് ഈ ഇങ്ങനെയുള്ള ബ്രാക്കറ്റിലെ HKL എന്നാണ്. സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, പാരന്തസിസ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, HKL ഡിനോട്ട് ചെയ്യണതാണ് എന്ത്, ഒരു പ്ലെയിൻ എന്ന് പറയും. അപ്പൊ ഈ മില്ലർ ഇൻഡിസസ് കാണാൻ 4 സ്റ്റെപ്പ് ഉണ്ട്. ഇത് പറഞ്ഞ കുറച്ച് പ്രോബ്ലംസ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് മില്ലർ ഇൻഡിസസ് എന്താന്ന് മനസ്സിലാവും. അപ്പോ മില്ലർ ഇൻഡിസസ് കാണാനുണ്ട് 4 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ്, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, റൈറ്റ് ദ പോയിന്റ്സ് വേർ ദ പ്ലെയിൻ ഇന്റർസെപ്റ്റ് ഓൺ ദ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ്. ഇത് ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിലെ എവിടെയാണോ ആ പോയിന്റ് ഇന്റർസെപ്റ്റ് ചെയ്യണത്, അതാ ആ പോയിന്റിനെ നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ആദ്യം എന്താ തരിക, കണ്ടോ, ഇതാ ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് റൈറ്റ് ദ പോയിന്റ്സ് വേർ ദ പ്ലെയിൻ ഇന്റർസെപ്റ്റ് ഓൺ ദ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ്. അതായത് ഈ ആക്സിസ് ഇതായി ഇങ്ങനെയുള്ള ഈ ആക്സിസ് ആണ് ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലെയിന്. അപ്പൊ ഈ പ്ലെയിനില് എവിടെയാണോ അത് മുട്ടണത്, ഇതാ കണ്ടോ, A/H, B/K, അതേപോലെ പിന്നെന്താ C/L. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 എണ്ണാണ് നമ്മുടെ എന്ത്, ഇന്റർസെപ്റ്റ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് തന്ന ഇന്റർസെപ്റ്റ് എടുത്ത് എഴുതണം. അപ്പൊ ഇന്റർസെപ്റ്റ് നമുക്ക് തന്ന ഏതൊക്കെയാണ്, A/H, B/K, C/L. ഇതാണ് നമ്മുടെ ഇന്റർസെപ്റ്റ്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാ ഇതാ, അടുത്ത സ്റ്റെപ്പില് നമ്മളിപ്പോ കിട്ടിയത് ഇതുണ്ടല്ലോ, A/K, അതേപോലെ അടുത്ത എന്താ, ഒരു മിനിറ്റ്, ഡിവൈഡ്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി, A/K, A/H, അതേപോലെ B/K, C/L കിട്ടി. അപ്പൊ ആ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ യൂണിറ്റ് ആക്സിസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, യൂണിറ്റ് ആക്സിസ് ഡിവൈഡ് ചെയ്യണം. അപ്പൊ A/H ഡിവൈഡഡ് ബൈ A. ഇത് നമ്മുടെ യൂണിറ്റ്
യൂണിറ്റ് ആക്സിസ് ആണ് ഈ ABC എന്ന് പറഞ്ഞത്. അത് തമ്മിൽ എന്ത് ചെയ്യണം, അത് വെച്ച് നമുക്ക് നേരത്തെ കിട്ടിയ ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പൊ A/H ഡിവൈഡർ ബൈ A, അതാണ് എന്ത് 1/H. അതേപോലെ അടുത്ത എന്ത് ചെയ്യണം, B/K ഡിവൈഡർ ബൈ B എന്ത് കിട്ടി, 1/K കിട്ടി. ഇനി C/L ഡിവൈഡർ ബൈ C എന്ത് കിട്ടി, 1/L കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽ കാണണം. അപ്പൊ 1/Hന്റെ റെസിപ്രോക്കൽ എന്താ, H. 1/Kയുടെ റെസിപ്രോക്കല് K. 1/Lന്റെ റെസിപ്രോക്കല് L. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, മൂന്നാമത്തെ സ്റ്റെപ്പും കിട്ടി. ഇനിയിപ്പോ അഥവാ ഈ HKL കിട്ടിയതില് എന്തെങ്കിലും ഫ്രാക്ഷൻ ഉണ്ട്, ഇപ്പൊ 1/2 അല്ലെങ്കിൽ 2/3 അങ്ങനെ എന്തെങ്കിലും ഫ്രാക്ഷൻ ആയിട്ടാ കിടക്കണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ 4 സ്റ്റെപ്പ്. ആദ്യം എന്ത് ചെയ്യണം, ഇന്റർസെപ്റ്റ്സ് ഏതാന്ന് എഴുതണം. ആ ഇന്റർസെപ്റ്റ്സിനെ നമ്മൾ യൂണിറ്റ് ആക്സിസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, അതിന്റെ റെസിപ്രോക്കൽ കാണണം. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും, അതിൽ എന്തെങ്കിലും ഫ്രാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്തെങ്കിലും ഫ്രാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യണം. അതങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മില്ലർ ഇൻഡിസസ്, അതായത് ഒരു പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യണത് ഇങ്ങനെയാണ്. ഇപ്പൊ ദാ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കും. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഫൈൻഡ് ദ മില്ലർ ഇൻഡിസസ് ഓഫ് എ പ്ലെയിൻ ഹൂസ് ഇന്റർസെപ്റ്റ്സ് ആർ A, B/2 ആൻഡ് 3C ഇൻ എ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ ഈ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലാണെന്നുള്ളതൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. അത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരികയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുമല്ലോ, ഇനിയിപ്പോ FCC ആണെങ്കിലും BCC ആണെങ്കിലും ഒക്കെ മാറുമോ, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തരുന്നത്, ഇങ്ങനെ തരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇന്റർസെപ്റ്റ്സ് എടുത്തെഴുതണം. ഇവിടെ ഇന്റർസെപ്റ്റ്സ് ഏതൊക്കെയാ തന്നിണ്ടേ, ഏതൊക്കെയാ A, B/2 അതാണ് നമുക്ക് തന്ന ഇന്റർസെപ്റ്റ്സ്. അതെന്താണ്, ഗിവൺ ആണ്, അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റെപ്പ് ടു എന്താ ചെയ്യാ, യൂണിറ്റ് ആക്സിസ് വെച്ച് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. യൂണിറ്റ് ആക്സിസ് ഏതൊക്കെയാണ്, ABC. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ഇന്റർസെപ്റ്റ്, ആദ്യത്തെ ഇന്റർസെപ്റ്റ് എന്താണ്, A ആണ്. അപ്പൊ A/A ചെയ്തു അല്ലെ. ഇനി അടുത്ത എന്ത് ചെയ്തു, B/2 ഡിവൈഡർ ബൈ B ചെയ്തു. പിന്നെ 3C ഡിവൈഡർ ബൈ 3C. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എയും വെട്ടിപ്പോയി 1 കിട്ടി, ബിയും വെട്ടിപ്പോയി 1/2 കിട്ടി, സിയും വെട്ടിപ്പോയി എന്ത് കിട്ടി, 3 കിട്ടി. ഇനി അടുത്ത എന്താ കാണണ്ടേ, അടുത്ത സ്റ്റെപ്പ് എന്താ, അതിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. 1/2ന്റെ റെസിപ്രോക്കല് 2, 1/3യുടെ റെസിപ്രോക്കല് 1/3. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഫ്രാക്ഷൻ ഉണ്ടോ? അപ്പൊ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയതിൽ ഫ്രാക്ഷൻ ഉണ്ടോ? ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിമൂവ് ചെയ്യണം. അതിനെ എങ്ങനെ റിമൂവ് ചെയ്യാ, അതായത് 1/3യെ നമുക്ക് ഇതാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 1/3യെ റിമൂവ് ചെയ്യാൻ ഇൻറ്റു 3 ചെയ്യാം. അപ്പൊ ഇൻറ്റു 3 ചെയ്യുമ്പോ നമുക്ക് പിന്നെ കിട്ടണ എന്താ, 1/1 to 1/3, അത് ഇൻറ്റു 3. അപ്പൊ ഈ ഇൻറ്റു 3 എന്ന് പറയുന്നത് നമ്മൾ ആ ലാസ്റ്റത്തേൽ മാത്രം ചെയ്താൽ പോരാ, എല്ലാറ്റിലും ചെയ്യണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. അപ്പൊ 1 × 3 എത്ര കിട്ടും, 3 കിട്ടും. 2 × 3 എന്ത് കിട്ടും, 6 കിട്ടും. 1/3 × 3 എന്ത് കിട്ടി, 1 കിട്ടി. അപ്പൊ നമ്മുടെ ഇന്റർസെപ്റ്റ്സ് ഏതൊക്കെയാണ്, അല്ല നമ്മുടെ മില്ലർ ഇൻഡിസസ് ഏതൊക്കെയാണ്, 3, 6, 1. അപ്പൊ മില്ലർ ഇൻഡിസസ് ആർ HKL. അപ്പൊ ഇവിടുത്തെ H ഏതാണ്, 3 ആണ്. K ഏതാണ്, 6 ആണ്. L ഏതാണ്, 1 ആണ്. അപ്പൊ നമ്മുടെ പ്ലെയിൻ ഏതാണ്, 3, 6, 1. അതാണ് HKL. അപ്പൊ മില്ലർ ഇൻഡിസസ് ഇങ്ങനെയാണ് കാണുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തന്നാ ടീ ചെയ്യോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഡിറ്റർമൈൻ ദ മില്ലർ ഇൻഡിസസ് ഓഫ് ദ പ്ലെയിൻ ദാറ്റ് മേക്സ് ഇന്റർസെപ്റ്റ്സ് ഓഫ് 2 Armstrong, 3 Armstrong, 4 Armstrong on the coordinate axis of an orthorhombic crystal with A:B:C = ഇത്. അപ്പൊ നമുക്ക് ഇവിടെ തന്ന ഇന്റർസെപ്റ്റ്സ്, ഇതാണ് ഇന്റർസെപ്റ്റ്സ്. ഉണ്ടോ, രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്. ഇതിപ്പോ പെട്ടെന്ന് നമ്മള്
ഇതാണ് ഇന്റർസെപ്റ്റ് എന്ന് വിചാരിക്കരുത്. ഏതാണ് ഇന്റർസെപ്റ്റ്? ഇതാണ് ഇന്റർസെപ്റ്റ്. നേരെ തന്നിട്ടുണ്ട് അത്. പ്ലെയിൻ ദാറ്റ് മേക്സ് ഇന്റർസെപ്റ്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഇന്റർസെപ്റ്റ്സ് ഇതൊക്കെയാണ്. അപ്പൊ എന്ത് എഴുതണം? ഗിവൺ ഇന്റർസെപ്റ്റ്സ് ആർ 2, 3, 4. മൂന്നും എന്താണ്? ആംസ്ട്രോങ്ങിന്റെ യൂണിറ്റിൽ തന്നെ ആയതുകൊണ്ട് അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്റർസെപ്റ്റ്സ് ആണ് ഇത്. ഇനി അതിനെ എന്ത് ചെയ്യണം? യൂണിറ്റ് ആക്സിസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ യൂണിറ്റ് ആക്സിസ് ഏതാണ് ഇവിടെ? എ, ബി, സി. അപ്പൊ എ എത്രയാണ്? 4 ആണ്. ബി 3 ആണ്. സി 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? യൂണിറ്റ് ആക്സിസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. നേരത്തെ നമുക്ക് യൂണിറ്റ് ആക്സിസ് എത്രയാണെന്നൊന്നും തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത്? വെറുതെ എ, ബി, സി വെച്ച് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്ത്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 ഡിവൈഡഡ് ബൈ 4. ഡിവൈഡ് ബൈ യൂണിറ്റ് ആക്സിസ് ആണല്ലോ. അപ്പൊ 2 ഡിവൈഡഡ് ബൈ എ. എത്രയാണ്? 4. അപ്പൊ 2/4. ഇനി അടുത്തത് 3. 3 ഡിവൈഡഡ് ബൈ ബി. ഇത് 3 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 1. അത് കഴിഞ്ഞ് 4 ഡിവൈഡഡ് ബൈ സി എത്രയാണ്? 2. 4 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 1/2 1 2. ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? റെസിപ്രോക്കൽ കാണണ്ടേ? ആ അപ്പൊ ഇനി അടുത്ത് എന്ത് ചെയ്യാണ്? റെസിപ്രോക്കൽ ആണ്. അപ്പൊ റെസിപ്രോക്കൽ കാണുമ്പോ 1/2ന്റെ റെസിപ്രോക്കല് 2. 1ന്റെ 1 തന്നെയാണ്. 2ന്റെ 1/2. അപ്പൊ ഇതില് അതേപോലെ ഫ്രാക്ഷൻ കിടക്കുന്നുണ്ട്. ഫ്രാക്ഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇത് എന്ത് ചെയ്തു? × 2 ചെയ്തു. × 2 ഇതിൽ മാത്രം ചെയ്താൽ പോരാ, എല്ലാറ്റിലും ചെയ്യണം. അപ്പൊ എന്ത് കിട്ടി? 2 × 2 4. 1 × 2 2 and 1/2 × 2 1. അപ്പൊ നമ്മുടെ മില്ലർ ഇൻഡിസസ് ഏതാണ്? HKL എന്താണ്? 4 2 1. ഇതാണ് നമുക്ക് കിട്ടിയ മില്ലർ ഇൻഡിസസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനില് ഡിറ്റർമൈൻ ദ മില്ലർ ഇൻഡിസസ് ഓഫ് എ പ്ലെയിൻ ഇൻ എ ക്യൂബിക് ക്രിസ്റ്റൽ വിത്ത് വിച്ച് ഈസ് പാരലൽ ടു y ആക്സിസ്. എന്ത് തന്നിട്ടുള്ളൂ? y ആക്സിസിന് പാരലൽ ആണ്. ആൻഡ് cuts through intercept at 2 and 3 respectively along x and y axis. അപ്പൊ നമ്മുടെ ഇവിടെ ഇന്റർസെപ്റ്റ്സ് ഏതൊക്കെയാണ്? അതായത് x ആക്സിസില് 2 എന്നുള്ള ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും? x ആക്സിസ് നമ്മുടെ a ആണ്. അപ്പൊ 2a. ഇനി 3 എന്ന് പറഞ്ഞാൽ z ആക്സിസില്. z ആക്സിസ് എന്ന് പറഞ്ഞാൽ c. അപ്പൊ 3c. ഇനി y-ന് പാരലൽ ആണ്. ഇത് എവിടെ എന്ത് ചെയ്യണില്ല? കട്ട് ചെയ്യണില്ല. അപ്പൊ അവിടെ എന്താണ്? ഇൻഫിനിറ്റി ആയിട്ട് പോവുകയാണ്. അപ്പൊ ഇൻഫിനിറ്റി ബി എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ഇന്റർസെപ്റ്റ്സ് ഏതൊക്കെയാണ്? 2a, ഇൻഫിനിറ്റി ബി ആൻഡ് 3c. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് ആക്സിസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2a ഡിവൈഡഡ് ബൈ a 2 കിട്ടി. ഇൻഫിനിറ്റി ബി ഡിവൈഡഡ് ബൈ ബി ഇൻഫിനിറ്റി കിട്ടി. 3c ഡിവൈഡഡ് ബൈ c 3 കിട്ടി. ഇനി എന്ത് ചെയ്തു? അതിന്റെ റെസിപ്രോക്കൽ ഉണ്ട്. അപ്പൊ 1/2 1/∞ 1/3. 1/∞ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? നമുക്ക് അപ്പൊ 1/2 അങ്ങനെയല്ലേ കിട്ടിയേ? അങ്ങനെയല്ലേ? (1/2) 1/∞ 1/3 എന്നല്ലേ കിട്ടിയേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? × 6 ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 3 3 0 2 എന്ന് കിട്ടി. അത് മനസ്സിലായില്ലേ? മനസ്സിലായോ? അങ്ങനെ നമുക്ക് HKL എന്ത് കിട്ടി? 3 0 2 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമ്മുടെ പ്ലെയിൻ ഏതാണ്? 3 0 2. അപ്പൊ 3 ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്തു? മില്ലർ ഇൻഡിസസ് ആ 4 സ്റ്റെപ്പ് വഴി കണ്ടു. സ്റ്റെപ്പ് ഏതൊക്കെയായിരുന്നു? ആദ്യം ഇന്റർസെപ്റ്റ്സ് എഴുതി. ഇന്റർസെപ്റ്റ് എഴുതിയിട്ട് യൂണിറ്റ് ആക്സിസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? അതിന്റെ റെസിപ്രോക്കൽ കണ്ടു. റെസിപ്രോക്കൽ കണ്ടു കഴിഞ്ഞിട്ട് ഫ്രാക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ഇനി ഇതില് ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലാസ്റ്റ് കിട്ടുന്ന സാധനം ഇത് -3 എന്നൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുക. ഈ മില്ലർ ഇൻഡിസസ് -3 അല്ലെങ്കിൽ -2 എന്നൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ -3 -2 എന്നല്ല അതിനെ എഴുതുക. അതിനെ എങ്ങനെ എഴുതുക വെച്ചാൽ 3 ബാർ. 3 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -3 എന്നാണ് അർത്ഥം. ഓക്കെ. അതേപോലെ 0 പിന്നെ എന്തുണ്ട്? 2ലും മൈനസ് ഉണ്ടെന്നെങ്കിൽ 2 ബാർ. ഓക്കെ.
അപ്പൊ മൈനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻസില് ഇപ്പൊ നമുക്ക് ഉത്തരം ചെയ്ത് കിട്ടുമ്പോൾ മൈനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ ബാർ ഉള്ളൊരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? ബാർ ഇട്ടിട്ടുള്ളതാണ് ഇതുണ്ട്. അല്ലാണ്ട് -3 0 2 എന്നല്ല എഴുതുക. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മളുടെ ഈ മില്ലർ ഇൻഡിസസിന് ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷനെ നമ്മൾ ഈ ഡിനോട്ട് ചെയ്യണം. അതായത് ഇപ്പൊ 302 പാരന്തസിസ് ബ്രാക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഡിനോട്ട് ചെയ്യുക. HKL മാറൊന്നുമില്ല. എന്താണ്? ജസ്റ്റ് പാരന്തസിസ് ഉള്ള ബ്രാക്കറ്റ് ഉണ്ടാവും, സ്ക്വയർ ബ്രാക്കറ്റ് ആയി മാറും, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള രണ്ട് പ്ലെയിനിന്റെ ഡയറക്ഷൻ നമുക്ക് തന്നെ HKLഉം H', K', L' അങ്ങനെ രണ്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതില് ആ രണ്ട് ഡയറക്ഷന്റെ ഇടയിലുള്ള ആംഗിള് തീറ്റ, അതായത് കോസ് തീറ്റ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ആണ് H×H' പ്ലസ് K×K' പ്ലസ് L×L' ഡിവൈഡഡ് ബൈ H² പ്ലസ് K² പ്ലസ് L² ഹോൾ റേസ് ടു 1/2 into H' പ്ലസ് K' പ്ലസ് L' ഹോൾ സ്ക്വയർ ഇൻറ്റു H ഹോൾ റേസ് ടു 1/2. അപ്പൊ ഇതാണ് നമ്മുടെ കോസ് തീറ്റ കാണാനുള്ള ഇക്വേഷൻ ട്ടോ. അഥവാ ഡയറക്ഷൻസിന്റെ ഇടയിലുള്ള ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാം. അപ്പൊ അത് ഈ HKL ഇപ്പൊ 3 2 1 കിട്ടി. H', നമുക്ക് തന്നത് 2 4 1 ആണെന്ന് വിചാരിക്കാം. അപ്പൊ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? H×H', അതായത് 3×2 അങ്ങനെ ഓരോന്നും ചെയ്ത് ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഇടയിലുള്ള ആംഗിൾ കിട്ടാൻ എന്നിട്ട് എന്ത് ചെയ്യുക? ഈ തീറ്റ അവിടെ നിർത്തിയിട്ട് കോസിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് ഓഫ് ഒരു വാല്യൂ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആംഗിള് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനി അടുത്താണ് നമ്മുടെ എന്ത്? റെസിപ്രോക്കൽ ലാറ്റിസ്. ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ് റെസിപ്രോക്കൽ ലാറ്റിസ്. റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ് ലാറ്റിസിനെ പറ്റിയിട്ടാണ്. അതായത് ലാറ്റിസ് എന്താണെന്നും അതൊരു പ്ലെയിനില് ഇമാജിനറി പോയിന്റ്സ് ആണ് ലാറ്റിസ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എന്താണ്? ഡയറക്റ്റ് ലാറ്റിസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി അതിന് പുറമെ പുതിയൊരു കൺസെപ്റ്റ് ആണ് എന്ത്? റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇത് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്ത ആരാണ്? PPA എവാൾഡ് ആണ് ഈ റെസിപ്രോക്കൽ ലാറ്റിസ് പ്രപ്പോസ് ചെയ്ത ആള്. ഇതില് റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഡിഫ്രാക്ഷൻ, ഇപ്പൊ നമ്മുടെ ഡയറക്റ്റ് ലാറ്റിസില് കുറെ പോയിന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ആ പോയിന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആംഗിൾ വഴി അത് ഡിഫ്രാക്ഷൻ നടന്നിട്ട് കിട്ടുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുക. അത് ഇത് ചെയ്താൽ മനസ്സിലായത്. ഡയറക്റ്റ് ലാറ്റിസ് റെസിപ്രോക്കൽ ലാറ്റിസ് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പൊ ഡയറക്റ്റ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിസ് പോയിന്റ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദെയർ പൊസിഷൻ. അതായത് പൊസിഷനെ നോക്കിയിട്ട് പൊസിഷന്റെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്? ലാറ്റിസ് പോയിന്റ്സിനെ അറേഞ്ച് ചെയ്യണത്. പക്ഷെ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് വെക്ടർ, അതായത് 2π/λ K=2π/λ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാറ്റിസ് പോയിന്റ്സിനെ അറേഞ്ച് ചെയ്യണം. ഇതിപ്പോ ഇതാണ് നമ്മുടെ ഡയറക്റ്റ് ലാറ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഒരു ഡിഫ്രാക്ഷൻ നടന്ന് ഇങ്ങനെ ഡിഫ്രാക്ട് ചെയ്ത് നമുക്ക് ഇവിടെയാണ് എന്ത് കിട്ടുക? റെസിപ്രോക്കൽ ലാറ്റിസ് കിട്ടുക. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് റെസിപ്രോക്കൽ ലാറ്റിസ്. അപ്പൊ റെസിപ്രോക്കൽ ലാറ്റിസ് നമുക്ക് ഇങ്ങനെ ഇതേപോലെ കുറച്ച് എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോൾ ഒന്നുകൂടി നന്നായി പഠിക്കും. അതേപോലെ ഡയറക്റ്റ് ലാറ്റിസിന്റെ ഡയമെൻഷൻ ലെങ്ത് ആണ്. റെസിപ്രോക്കൽ ലാറ്റിസിന്റെ ഡയമെൻഷൻ ലെങ്ത് ഇൻവേഴ്സ് ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇത് പൊസിഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുക? പൊസിഷൻ ആണ് ഡയറക്റ്റ് ലാറ്റിസിന്റെ പോയിന്റ്സിന്റെ അറേഞ്ച്മെന്റ്. റെസിപ്രോക്കൽ ലാറ്റിസ് പറഞ്ഞാൽ വേവ് വെക്ടർ ആണ്. അതേപോലെ ഇത് ഡയറക്റ്റ് ലാറ്റിസിന്റെ ഡയമെൻഷൻ ലെങ്ത് ആണ്. റെസിപ്രോക്കൽ ലാറ്റിസിന്റെ ഡയമെൻഷൻ ലെങ്ത് ഇൻവേഴ്സ് ആണ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ബാക്കി നമുക്ക് വഴിയെ മനസ്സിലാവും ട്ടോ. ഇനി ഇതേപോലെ റെസിപ്രോക്കൽ ലാറ്റിസ് കണ്ടുപിടിക്കാൻ 3 സ്റ്റെപ്പ് ഉണ്ട്. നേരത്തെ നമ്മൾ മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കാൻ 4 സ്റ്റെപ്പ് ഉണ്ട് പറഞ്ഞ പോലെ റെസിപ്രോക്കൽ ലാറ്റിസ് കണ്ടുപിടിക്കാൻ എന്തുണ്ട്? 3 സ്റ്റെപ്പ് ഉണ്ട്. സിമ്പിൾ ആയ 3 സ്റ്റെപ്സ് ആണ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ലാറ്റിസ് ഈസ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ഒബ്റ്റൈൻഡ് ബൈ 3 സ്റ്റെപ്സ്. ഇതേപോലെ ഡയറക്റ്റ് ലാറ്റിസിൽ കുറെ പോയിന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതിൽ എന്തുണ്ട്? കളക്ഷൻ ഓഫ് പോയിന്റ്സ് ഉണ്ട്. അതിന് 3 സ്റ്റെപ്പ് ആണുള്ളത്. അപ്പൊ സ്റ്റെപ്പ് 1 ആദ്യം എന്ത് ചെയ്യാണ്?
drawing normals from common origin to every set of parallel planes of direct lattice. ഇത് ഡയറക്ട് ലാറ്റിസിൽ എന്തുണ്ടാവും, കുറെ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്ത് വരച്ചപ്പോ കുറെ പാരലൽ ആയിട്ടുള്ള പ്ലെയിൻസ് ഉണ്ടാവും. അപ്പൊ അതാ ഇങ്ങനെ, അതായത് ഇങ്ങനെയുള്ള പാരലൽ ആയിട്ടുള്ള പ്ലെയിൻസ് ഉണ്ടാവും. ഈ പാരലൽ ആയ പ്ലെയിൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, പാരലൽ ആയ പ്ലെയിൻസിൽ നമ്മൾ കോമൺ ആയ ഒരു ഒറിജിൻ എടുത്തിട്ട് അവിടുന്ന് എന്ത് ചെയ്യാണ്, ഡ്രോയിങ് നോർമൽസ്, അതായത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കുറച്ച് നോർമൽസ് വരച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് എന്താ ചെയ്തു, നോർമൽസ് വരച്ചു. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒറിജിന് ഡയറക്ട് ലാറ്റിസിലുള്ള പാരലൽ പ്ലെയിൻസിന്റെ എന്ത് ചെയ്തു, ഓരോ നോർമൽസ്, അതായത് പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2, മേക്കിംഗ് ദ ലെങ്ത് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ഇന്റർപ്ലാനാർ സ്പേസിംഗ്. ഇന്റർപ്ലാനാർ സ്പേസിംഗ് എന്തായിരുന്നു, DHKL. അപ്പൊ ഈ DHKLനെ എന്ത് ചെയ്യാണ്, നമ്മുടെ ആ ഇപ്പൊ കിട്ടിയ നോർമൽസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, DHKLന്റെ റെസിപ്രോക്കലിനോട് ആ ലെങ്ത് എന്ത് ചെയ്യാണ്, ഈക്വൽ ആക്കണം. ഇത് 1/DHKLനോട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ കിട്ടിയ നോർമൽസിന്റെ ലെങ്ത് ഈക്വൽ ആക്കുകയാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും, എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, മാർക്കിംഗ് എ പോയിന്റ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് നോർമൽ. അതായത് ഓരോ നോർമലിന്റെ അറ്റത്ത് എൻഡില് നമ്മൾ എന്ത് ചെയ്യാണ്, മാർക്കിംഗ് പോയിന്റ്, ഓരോ പോയിന്റ് മാർക്ക് ചെയ്യാണ്. അങ്ങനെ കിട്ടുന്ന ദ റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സിനെയാണ്, അങ്ങനെ കിട്ടുന്ന ലാസ്റ്റ് നമുക്ക് ആ പോയിന്റ് കിട്ടുമല്ലോ, ഓരോ പോയിന്റ് മാർക്ക് ചെയ്തു വരും അപ്പോ അറ്റത്ത്. അപ്പൊ അങ്ങനെയുള്ള പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയാ. അപ്പൊ ഇതൊരു ഡിഫ്രാക്ഷൻ വഴി കിട്ടുന്ന ഒരു ലാറ്റിസ് ആണ് കേട്ടോ, ഡയറക്ട് ലാറ്റിസ് എന്ന്. ഇനി റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DHKL ആണ്. DHKL ആയിരുന്നു നമ്മുടെ ഇന്റർപ്ലാനാർ സ്പേസിംഗ്. ഇവിടെ റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ എന്ന് പറഞ്ഞാൽ σHKL എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇത് മാഗ്നിറ്റ്യൂഡ് എന്താവും, റെസിപ്രോക്കൽ ഓഫ് ഇന്റർപ്ലാനാർ സ്പേസിംഗിന്റെ എന്ത് ചെയ്യും, ഈക്വൽ ആവും. അതായത് 1/DHKL ആണ് എന്ത്, σHKL. σHKL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1/DHKLന് മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആവും. ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഏതാണോ പ്ലെയിൻ ആ പ്ലെയിനിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഉണ്ടാവുക. അതാണ് നമ്മുടെ റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ. അപ്പൊ നമുക്ക് DHKL കാണാനുള്ള സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് σHKL കണ്ടൂടെ, റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ കാണാൻ പറ്റുമല്ലോ. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഇപ്പൊ ഇതാ ഒരു പ്ലെയിന്, കൺസിഡർ എ പ്ലെയിൻ. നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കറിയാം കുറെ പ്ലെയിൻസ് ഉണ്ട് എന്നറിയാം. ഈ പ്ലെയിനൊക്കെ എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ ആണ്. അപ്പൊ എയില് A ആണ് 1, A1 ആണെന്നുണ്ടെങ്കിൽ ആ 1 തട്ടണ ഒരു പ്ലെയിൻ ഏതാ, ഇത് മാത്രമാണ് അല്ലെ. ഈ പ്ലെയിന് മാത്രമാണ് എന്ത് ചെയ്യുക, ആ 1 തട്ടിയിട്ട് പോവാ. ബിയും സിയും എന്താണ്, 0 ആണ്, അതില് ആ ഒരു ആക്സിസിൽ തട്ടണേ ഇല്ല. ഇനി അതേപോലെ 0 1 0 എന്ന് പറഞ്ഞാൽ ഏത് പ്ലെയിൻ ആവും, ബിയില് മാത്രം തട്ടണ പ്ലെയിൻ ഏതാ, ഇതില് മുകളിലുള്ള ഭാഗം അല്ലെ, മുകളിലുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ എന്താ, ബിയില് മാത്രമേ തട്ടുള്ളൂ, മറ്റേ രണ്ടും പാരലായി പോവാണ്. അതേപോലെ സിയില് മാത്രം തട്ടണം, അതായത് 0 0 1 0 0 1 എന്ന് പറഞ്ഞാൽ സിയില് മാത്രം തട്ടണം അല്ലെ. അത് ഏത് പ്ലെയിൻ ആവും, 0 0 1 ആ ഫ്രണ്ടിലുള്ളത് അല്ലെ, ഈ ഭാഗം അല്ലേ, ആ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 1 0 0 പ്ലെയിൻ കൺസിഡർ ചെയ്യണം. ഇത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്ട് ലാറ്റിസിലെ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഓരോ സൈഡ്സ് ആണ് ABC എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് റെസിപ്രോക്കൽ ലാറ്റിസിനും അതേപോലെ എന്തുണ്ടാവും, ഓരോ സൈഡ്സ് ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A*, B*, C* എന്നാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. ഈ A* എന്ന് പറഞ്ഞ ആ എയിലുള്ള പ്ലെയിനെയാണ് A*, B* എന്ന് പറഞ്ഞാൽ ബിയിലുള്ള പ്ലെയിന്, C* എന്ന് പറഞ്ഞാൽ സിയിലുള്ള പ്ലെയിൻ. അപ്പൊ അങ്ങനെ 3 പ്ലെയിൻ എടുത്തിട്ടാണ് നമുക്ക് A*, B*, C* കിട്ടുന്നത്. അത് കാണുന്നതാണ് ഇതങ്ങനെ. ഇതില് ഈ സ്റ്റെപ്പ് ഒന്നും വേണ്ട, നമുക്ക് ലാസ്റ്റ് A* കിട്ടണത് എങ്ങനെയാ, ആ കിട്ടണതിന്റെ
ഒരു കോഡ് പോലെ പഠിച്ചിട്ടാണ്. ഇത് എ സ്റ്റാർ ആയാലും ബി സ്റ്റാർ ആയാലും സി സ്റ്റാർ ആയാലും ഏകദേശം ഒരേ അറേഞ്ച്മെന്റ് ആണ്. അത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ജസ്റ്റ് എങ്ങനെ കിട്ടണമെന്നൊന്ന് ഓടിച്ചു വിടാം. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ ബി ക്രോസ് സി ആണ്. അതായത് 100 എടുക്കുമ്പോൾ ബി ക്രോസ് സി ആണ് നമ്മുടെ എന്ത്? ബി ക്രോസ് സി ആണ് എന്ത്? ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗമല്ലേ? അതായത് ഈ പ്ലെയിനും ബേസ് ഇതാണ്. ഇതാണ് നമുക്ക് വേണ്ട പ്ലെയിൻ. അപ്പൊ അത് തമ്മിലുള്ള ഇതാണ് നമ്മുടെ ബേസ്. അപ്പൊ ഇത് തമ്മിലുള്ള രണ്ട് പ്ലെയിനിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ DHKL ആണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ D100 എടുത്തത്. അപ്പൊ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് D100 ആണ്. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/D100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ക്രോസ് സി ഡിവൈഡ് ബൈ വോളിയം എന്ന് കിട്ടും. ഇത് ഈ ഇക്വേഷൻ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാലോ. അങ്ങനെ എഴുതി. അപ്പൊ ഈ ഇനി നമ്മൾ എന്ത് ചെയ്യണം? വെക്ടർ ഫോമിൽ എടുക്കുകയാണ്. വെക്ടർ ഫോമിൽ എടുക്കുമ്പോൾ 1/D100 n ക്യാപ് ഈക്വൽ ടു എന്ത്? വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വോളിയം നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? 3 സൈഡ് എന്നുണ്ടെങ്കിൽ എ ഡോട്ട് ബി ക്രോസ് സി എന്നാണ് എടുക്കുക. അങ്ങനെയാണ് ഈ വോളിയം ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് സി എന്ന് വന്നത്. ഇനി ഈ ബി ക്രോസ് സി മുകളിലുള്ള ഈ ബി ക്രോസ് സി ആണ് ഇത്. ഇനി നമ്മള് ഡയറക്റ്റ് ലാറ്റിസ് നിന്ന് റെസിപ്രോക്കൽ ലാറ്റിസിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ മാഗ്നിറ്റ്യൂഡിൽ ഒരു മാറ്റം ഉണ്ടാവും. അതിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ 2π എടുത്തത്. അപ്പോൾ 1/D100 n ക്യാപ് എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു ബി ക്രോസ് സി ഡിവൈഡഡ് ബൈ എ ഡോട്ട് ഇൻറ്റു ബി ക്രോസ് സി. ഇത് എ ഡോട്ട് ഇൻറ്റു ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ നമ്മുടെ വോളിയാണ്. അപ്പൊ 1/D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിഗ്മ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? സിഗ്മ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എ സ്റ്റാർ ആണ്. എന്താണ്? എ സ്റ്റാർ ആണ്. സിഗ്മ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റാർ ആണ്. അത് ഈക്വൽ ടു എന്ത് കിട്ടി? 2π ഇൻറ്റു ബി ക്രോസ് സി 2π ഇൻറ്റു ബി ക്രോസ് സി ഡിവൈഡഡ് ബൈ എ ഡോട്ട് ബി ക്രോസ് സി. ഇതാണ് നമ്മുടെ എ സ്റ്റാറിന്റെ ഇക്വേഷൻ. ബി സ്റ്റാറിന്റെ ഇക്വേഷൻ അപ്പൊ എന്താവും? ബി സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എടുക്കുക. ഇത് എ, ഇത് ബി, ഇത് സി. ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ഡയറക്ഷൻ, ഏത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ സ്റ്റാർ എന്ന് വന്നപ്പോ എന്ത് വന്നു? ബി ക്രോസ് സി വന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ബി സ്റ്റാർ എന്താ വരിക? താഴത്തുള്ള വോളിയം എന്ന് പറയുന്നത് എല്ലാറ്റിനും സെയിം ആണ്. വോളിയം ഇപ്പൊ ഏത് പ്ലെയിൻ എടുത്താലും നമുക്ക് വോളിയം എന്ന് പറയുന്നത് ആ ക്യൂബിന്റെ വോളിയം തന്നെയാണല്ലോ. അപ്പൊ അതിന് എന്തില്ല? മാറ്റല്ലേ? എ ഡോട്ട് ബി ക്രോസ് സി തന്നെയാണ്. ഈ 2π എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതും അവിടെ നിന്നു. ബാക്കി നമ്മുടെ ഈ ഒരു ഭാഗം മാത്രമേ മാറുള്ളൂ. അപ്പൊ ബി സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ബി സ്റ്റാർ ആണെങ്കിൽ ബി സ്റ്റാറിനെ പൊത്തി പിടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി എന്താ വരിക? സി ക്രോസ് എ വരും അല്ലേ? ക്ലോക്ക് വൈസ് ആണ് എടുക്കുന്നത്. അപ്പൊ 2π ഇൻറ്റു സി ക്രോസ് എ ഡിവൈഡഡ് ബൈ എ ഡോട്ട് ബി ക്രോസ് സി. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി സി സ്റ്റാർ എടുക്കുകയാണെങ്കിലോ അപ്പൊ ഏതാ വരിക? സി സ്റ്റാർ എ ക്രോസ് ബി. സി സ്റ്റാർ എടുക്കുകയാണെങ്കിൽ എ ക്രോസ് ബി. അപ്പൊ അങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ആ ഒരു ഇതെടുത്താൽ മതി. ഈ ഇക്വേഷൻ പഠിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാ? ഒരു എ സ്റ്റാർ പഠിച്ച ഇതാ അതിനല്ലേ വന്നേ? കണ്ടോ? ബി സ്റ്റാർ ആവുമ്പോ 2π ഇൻറ്റു സി ക്രോസ് എ വന്നു. സി സ്റ്റാർ ആവുമ്പോ എ ക്രോസ് ബി വന്നു. വോളിയത്തിന് മാറ്റമൊന്നുമില്ല, അതുകൊണ്ട് അത് തന്നെ എടുത്തു. അപ്പൊ നമ്മുടെ ആ 3 ഇക്വേഷൻസ് ആലോചിച്ച് വെക്കണം. ഇത് എ സ്റ്റാർ എന്താ, ബി സ്റ്റാർ എന്താ, സി സ്റ്റാർ എന്താന്നുള്ളത് ആലോചിച്ച് വെക്കണം. ഇനി അതേപോലെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് ബി സ്റ്റാർ ബിയും എ സ്റ്റാർ എയും സി സ്റ്റാർ സി ചെയ്ത 2π ആണ് കിട്ടുക. അതെങ്ങനെ കിട്ടുക? എ സ്റ്റാർ ഇൻറ്റു എ ചെയ്തു. അതായത് എ സ്റ്റാർ ഇതാണെന്ന് എഴുതി ഇൻറ്റു എ ചെയ്തു. അപ്പൊ എന്താ? ഈ ബി ക്രോസ് സിയും പോയി, എയും പോയി. അപ്പൊ എന്താ കിട്ടുക? ബാക്കി 2π ആണ്. അതേപോലെ സി സ്റ്റാർ സി ചെയ്താലും അതേപോലെ എന്ത് കിട്ടും? ബാക്കി കിട്ടും, 2π കിട്ടും. അങ്ങനെ അത് ഏത് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക?
അതാണ് 2π ആണ് നമുക്ക് കിട്ടുക. ഇനി റെസിപ്രോക്കൽ ലാറ്റിസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോ താഴെ തന്നതില് ഏതാണ് റെസിപ്രോക്കൽ ലാറ്റിസിന്റെ പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോ ഇതിത്തെ ഏതാണ് പ്രോപ്പർട്ടി അല്ലാത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തറിയണം? പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? പ്രോപ്പർട്ടീസ് ഓഫ് റെസിപ്രോക്കൽ ലാറ്റിസ് നോക്കാം. 5 പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. അതില് ലാസ്റ്റത്തെ പ്രോപ്പർട്ടി മാത്രം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബാക്കിയുള്ള പ്രോപ്പർട്ടി ഒക്കെ ജസ്റ്റ് എന്താന്ന് അറിഞ്ഞിരിക്കുക വേണ്ടി. ഇതില് ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് എവ്രി വെക്ടർ ഓഫ് റെസിപ്രോക്കൽ ലാറ്റിസ്. റെസിപ്രോക്കൽ ലാറ്റിസിന്റെ എല്ലാ വെക്ടറും എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ആണ്. എന്തിനോട്? ഇൻ എ സെറ്റ് ഓഫ് ലാറ്റിസ് പ്ലെയിൻസ് ഓഫ് ഡയറക്റ്റ് ലാറ്റിസ്. അതായത് ഡയറക്റ്റ് ലാറ്റിസിലുള്ള ഓരോ പ്ലെയിൻസിനോടും റെസിപ്രോക്കൽ ലാറ്റിസിന്റെ വെക്ടർ എന്താണ്? നോർമൽ ആണ്. ഇത് പെർപെൻഡിക്കുലർ ആണ്. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഡയറക്റ്റ് ലാറ്റിസും റെസിപ്രോക്കൽ ലാറ്റിസിന്റെയും പ്ലെയിൻസ് തമ്മിൽ നോക്കുമ്പോൾ അവ തമ്മിൽ എന്താണ്? റെസിപ്രോക്കൽ ലാറ്റിസിന്റെ പ്ലെയിൻസ് നമ്മൾ പ്ലെയിൻസ് എന്നല്ല പറയുക, വെക്ടർ എന്നാണ് പറയുക. അതാണ് വെക്ടർ ഓഫ് റെസിപ്രോക്കൽ ലാറ്റിസ് എന്താണ്? പ്ലെയിൻസ്. ഡയറക്റ്റ് ലാറ്റിസത്തെ പ്ലെയിൻസിനോട് നോർമൽ ആണ്. ഓരോ സെറ്റിനോടും എന്താണ്? ഓരോ സെറ്റും, ഇത് റെസിപ്രോക്കൽ ലാറ്റിസത്തെ ഓരോ വെക്ടറിന്റെ സെറ്റും ഡയറക്റ്റ് ലാറ്റിസത്തെ ഓരോ പ്ലെയിനിന്റെ സെറ്റിനോടും എന്താണ്? നോർമൽ ആണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, മാഗ്നിറ്റ്യൂഡ് ഓഫ് എവറി റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ. റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. എന്തിനോട്? ടു ദ ഇന്റർപ്ലാനാർ സ്പേസിംഗ് ഓഫ് കറസ്പോണ്ടിങ് സെറ്റ് ഓഫ് ലാറ്റിസ് പ്ലെയിൻ. അതായത് ഒരു ലാറ്റിസ് പ്ലെയിൻ, 2 ലാറ്റിസ് പ്ലെയിനിന്റെ സെറ്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറഞ്ഞ? ഇന്റർപ്ലാനാർ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DHKL. ആ DHKLന്റെ റെസിപ്രോക്കലിനോട് ഈക്വൽ ആണ് എന്ത്? റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടറിനെ നമ്മൾ G എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ജിയുടെ മാഗ്നിറ്റ്യൂഡിനോട് എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്ത്? 1/D. അതായത് ഇന്റർപ്ലാനാർ സ്പേസിംഗ് എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി. അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? റെസിപ്രോക്കൽ ലാറ്റിസിലുള്ള ഓരോ വെക്ടറും എന്താണ്? ഡയറക്റ്റ് ലാറ്റിസിന്റെ ഓരോ പ്ലെയിനോടും പെർപെൻഡിക്കുലർ ആണ്. അതാണ് ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ, അതായത് ജിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. എന്തിനോട്? ഇന്റർപ്ലാനാർ സ്പേസിംഗ് ഓഫ് ഡയറക്റ്റ് ലാറ്റിസിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ എന്താണ്? വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ ഓഫ് റെസിപ്രോക്കൽ ലാറ്റിസ്. റെസിപ്രോക്കൽ ലാറ്റിസിന്റെ യൂണിറ്റ് സെല്ലിന്റെ വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. എന്തിനോട്? ടു ദ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് ലാറ്റിസ്. ഡയറക്റ്റ് ലാറ്റിസിന്റെ യൂണിറ്റ് സെല്ലിന്റെ വോളിയത്തിനോട് റെസിപ്രോക്കൽ ലാറ്റിസിന്റെ യൂണിറ്റ് സെല്ലിന്റെ വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതാണ് മൂന്നാമത്തെ. അപ്പൊ എന്താണ്? എല്ലാം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, അത് മറക്കരുത്. എന്താണ്? അപ്പൊ നിങ്ങൾക്ക് ഈ 3 പോയിന്റ് ആണ് ഓപ്ഷനിലുള്ളത്. അടുത്ത് ഏതെങ്കിലും ഒന്ന് ഇത് മാത്രം ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് ഇട്ടാ, എന്നിട്ട് ഇത് ഏതാണ് റോങ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇതാണ് തെറ്റ്. എന്താണ്? എല്ലാം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. റെസിപ്രോക്കൽ ലാറ്റിസിന്റെ എല്ലാറ്റിനെയും നമ്മളൊരു സ്റ്റാർ ഇട്ടിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ സൈഡിന് A സ്റ്റാർ, B സ്റ്റാർ, C സ്റ്റാർ എന്ന് കൊടുത്ത പോലെ വോളിയത്തിന് നമ്മൾ എന്ത് കൊടുക്കും? സ്റ്റാർ കൊടുക്കുക. അപ്പോൾ വോളിയം ഓഫ് റെസിപ്രോക്കൽ ലാറ്റിസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു V ഡയറക്റ്റ് ലാറ്റിസ്, വോളിയം ഓഫ് ഡയറക്റ്റ് ലാറ്റിസ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ ആദ്യത്തെ നോർമൽ ആയിരുന്നു. രണ്ടാമത്തെ എന്താണ്? ഇന്റർപ്ലാനാർ സ്പേസിംഗിന്റെ നോട് ഡയറക്റ്റ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ. അതേപോലെ വോളിയം എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഈ ലാസ്റ്റത്തെ രണ്ട് പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാൽ ദ ഡയറക്റ്റ് ലാറ്റിസ് ഈസ് റെസിപ്രോക്കൽ ടു ഇറ്റ്സ് ഓൺ റെസിപ്രോക്കൽ ലാറ്റിസ്. അപ്പോൾ
റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ലാറ്റിസിന്റെ റെസിപ്രോക്കൽ തന്നെയാണ് എന്ത്, ഒരു ഡയറക്റ്റ് ലാറ്റിസ്. ആ ഡയറക്റ്റ് ലാറ്റിസിന്റെ റെസിപ്രോക്കൽ തന്നെയാണ് അതിന്റെ റെസിപ്രോക്കൽ ലാറ്റിസ്. മനസ്സിലായോ? അപ്പോ അതാണ് നാലാമത്തെ പോയിന്റ്. ഒരു ഡയറക്റ്റ് ലാറ്റിസ് ഈസ് റെസിപ്രോക്കൽ ടു ഇറ്റ്സ് ഓൺ റെസിപ്രോക്കൽ ലാറ്റിസ്. പിന്നെ പിന്നെ ഈ ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് എന്ന് പറയുന്നത് സെൽഫ് റെസിപ്രോക്കൽ. അതായത് സിമ്പിൾ ക്യൂബിക് ലാറ്റിസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് തന്നെയാണ്. പക്ഷെ എഫ് സി സിയുടെയും ബി സി സിയുടെയും റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി സിയുടെ റെസിപ്രോക്കൽ ലാറ്റിസ് എഫ് സി സി, എഫ് സി സിയുടെ റെസിപ്രോക്കൽ ലാറ്റിസ് ബി സി സി ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഇത്ര നേരം പറഞ്ഞ എന്തൊക്കെയാ, ഇന്റർപ്ലാനർ സ്പേസിംഗ് എന്താന്ന് പറഞ്ഞു, ഇന്റർപ്ലാനർ സ്പേസിംഗ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു. അത് ഡി എച്ച് കെ എൽ എന്ന് പറയുന്നത് ക്യൂബിക് ആണെന്നുണ്ടെങ്കിൽ എയും ബിയും സി ഈക്വൽ ആകുമ്പോൾ ഈ ഇക്വേഷൻ വരും. നമുക്ക് കൂടുതലായിട്ടും ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടി വരിക. പിന്നെ എന്ത് പറഞ്ഞു, മില്ലർ ഇൻഡിസസ്. മില്ലർ ഇൻഡിസസ് എന്താണ് ഒരു ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ്സ് വെച്ചിട്ട് ഒരു പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യണം. അതായത് ഇൻഡിക്കേറ്റ് ചെയ്യണതാണ് എന്ത്, ഇൻഡിസസ്, മില്ലർ ഇൻഡിസസ് എന്ന് പറയണത്. അപ്പൊ ഒരു പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യും. മില്ലർ ഇൻഡിസസ് കാണാൻ 4 സ്റ്റെപ്പ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു ആ 4 സ്റ്റെപ്പ്, നിങ്ങൾ പറയോ? ആദ്യം എന്ത് ചെയ്തു, ഇന്റർസെപ്റ്റ്സ് എന്താണ് ഇന്റർസെപ്റ്റ്സ് എടുത്തു. ഇന്റർസെപ്റ്റ്സ് എടുത്തു. പിന്നെ അതിന്റെ യൂണിറ്റ് ആക്സിസ് കൊണ്ട് അതിന്റെ ഡിവൈഡ് ചെയ്തു. പിന്നെ അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതിന് ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അതിനെ റിമൂവ് ചെയ്തു. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മില്ലർ ഇൻഡിസസ് കാണാനുള്ള 4 സ്റ്റെപ്പ്. ഇനി പിന്നെ എന്ത് ചെയ്തു, അങ്ങനെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ അല്ലേ? നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ ബാറാണ് ഇടണ്ടെന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മള് ഇത് ചെയ്തു. പിന്നെ ഡയറക്ഷനുള്ള ആംഗിൾ, 2 ഡയറക്ഷനിലുള്ള 2 പ്ലെയിൻസിന്റെ തമ്മിലുള്ള ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ നോക്കി. അതില് റെസിപ്രോക്കൽ ലാറ്റിസ് പിന്നെ എന്താണ് എവാൾഡ് ആണ് നമ്മളുടെ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. ഡയറക്റ്റ് ലാറ്റിസും റെസിപ്രോക്കൽ ലാറ്റിസും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പൊസിഷൻ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്യുക ഡയറക്റ്റ് ലാറ്റിസ്, മറ്റേത് വേവ് വെക്ടർ വെച്ചിട്ടാണ്. പിന്നെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് വെച്ചിട്ട്, മറ്റേത് ഇൻവേഴ്സ് ലെങ്ത്തും ആണ്. പിന്നെ 3 സ്റ്റെപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ഡ്രോയിങ് നോർമൽസ്, അതായത് ഡയറക്റ്റ് ലാറ്റിസിന്റെ പ്ലെയിൻസ് നമ്മൾ എന്ത് ചെയ്തു, നോർമൽസ് വരച്ചു. പിന്നെ എന്ത് ചെയ്തു, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇന്റർപ്ലാനർ സ്പേസിങ്ങിന്റെ റെസിപ്രോക്കൽ എടുത്ത് ഈക്വൽ ആക്കി. പിന്നെ എന്ത് ചെയ്തു, ഓരോ പോയിന്റ് ആ നോർമലിന്റെ അറ്റത്തൊക്കെ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടണതാണ് നമുക്ക് റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറഞ്ഞു. പിന്നെ റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ ആണ്. ഇത് ഇന്റർപ്ലാനർ സ്പേസിംഗ് കിട്ടിയാൽ നമുക്ക് എന്തും ചെയ്യാം, റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടറും കാണാൻ പറ്റും. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ഒരു പ്ലെയിൻ വെച്ചിട്ട് അതിലുള്ള എ സ്റ്റാർ ബി സ്റ്റാർ അതിന്റെ 3 സൈഡ്സ് പറഞ്ഞു. പിന്നെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു, ഓരോ വെക്ടറും റെസിപ്രോക്കൽ ലാറ്റിസിന്റെ വെക്ടർ ഒക്കെ എന്താണ്, ഡയറക്റ്റ് ലാറ്റിസിനോട് എന്താണ് പെർപെൻഡിക്കുലർ ആണ്. പിന്നെ എന്താണ്, എല്ലാം റെസിപ്രോക്കൽ ആണ്. ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എവറി റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ, റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റർപ്ലാനർ സ്പേസിങ്ങിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതാണ് മോഡുലസ് ഓഫ് ജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/d. പിന്നെ വോള്യൂം അതേപോലെ എന്താണ്, റെസിപ്രോക്കൽ ലാറ്റിസിന്റെ വോള്യൂം എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/v വോള്യൂം ഓഫ് ഡയറക്റ്റ് ലാറ്റിസ് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ലാറ്റിസിന്റെ തന്നെ റെസിപ്രോക്കൽ ആണ് അതിന്റെ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ സിമ്പിൾ ക്യൂബിക് ലാറ്റിസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് തന്നെയാണ്. ബി സി സിയുടെ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുന്നത് എഫ് സി സിയുടെ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുന്നത് ബി സി സി ആണ്. ഇനി അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.
ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് സിമ്പിൾ ക്യൂബിക്കിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സിമ്പിൾ ക്യൂബിക് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ പ്രിമിറ്റീവ് ആണ് സിമ്പിൾ ക്യൂബിക് അല്ലേ, കാരണം ഈ അറ്റത്ത് കോർണേഴ്സിൽ മാത്രമാണ് എന്തുള്ളൂ ആറ്റംസ് ഉള്ളൂ. അപ്പൊ എന്താണ് 1/8 ഇൻറ്റു 8 എന്ത് കിട്ടി, 1 ആയി കിട്ടി. അപ്പൊ എന്താണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ലാറ്റിസ് ആണ്. ഇവിടെ നമ്മുടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ തന്നെയാണ് അല്ലേ. എ ഡയറക്ഷൻ ഏതാ, ഐ ക്യാപ്പ്. ബി എന്ന് പറഞ്ഞാൽ ബി ജെ ക്യാപ്പ്. സി എന്ന് പറഞ്ഞാൽ സി കെ ക്യാപ്പ്. അങ്ങനെ നമ്മുടെ 3 വെക്ടർ എഴുതി. വെക്ടർ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എന്താണ്, ഈ സിമ്പിൾ ക്യൂബിക് ആണ്. ക്യൂബിക് ആവുമ്പോൾ എയും ബിയും സിയും എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, അങ്ങനെ വേറെ വേറെ എഴുതേണ്ട ആവശ്യമില്ല. എങ്ങനെ എഴുതാം, എ എന്ന് പറയുന്നത് എ ഐ ക്യാപ്പ് തന്നെയാണ്. ബി എന്ന് പറയുന്നത് വെക്ടർ ബി എന്ന് പറയുന്നത് എ ജെ ക്യാപ്പ് ആണ്. സി എന്ന് പറയുന്നത് എ കെ ക്യാപ്പ് ആണ്. എന്തുകൊണ്ടാണ്, എയും ബിയും സിയും ക്യൂബ് ആയതുകൊണ്ട്, ഈക്വൽ ആയതുകൊണ്ട്. അതേപോലെ വോളിയം എന്ന് പറയുന്നത് എന്താവും, എ ഡോട്ട് ബി ക്രോസ് സി. ഇത് 3 ഈക്വൽ ആണ്. അപ്പൊ എന്ത് കിട്ടും, എ ക്യൂബ് എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി സ്റ്റാറിന്റെ ഇക്വേഷൻസ് അറിയാം. എന്തൊക്കെയായിരുന്നു, എ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ഇൻറ്റു ബി ക്രോസ് സി ഡിവൈഡ് ബൈ എ ഡോട്ട് ബി ക്രോസ് സി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2π ഇൻറ്റു ബി ക്രോസ് സി. ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്ത് വരും, എ സ്ക്വയർ വരും. എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എ ക്യൂബ്. അപ്പൊ അങ്ങനെ എയും വെട്ടിപ്പോയി 2π ബൈ എ 2π ബൈ എ ഐ ക്യാബ് ഡയറക്ഷൻ ഇട്ടു. അതേപോലെ ബി സ്റ്റാർ ആണെങ്കിൽ സി ക്രോസ് എ തന്നെയാണ്, എ സ്ക്വയർ തന്നെയാണ്. അതേപോലെ എന്ത് കിട്ടി, 2π ബൈ എ ജെ ക്യാപ്പ് കിട്ടി. സി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 2π ബൈ എ ജെ ക്യാപ്പ് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, എല്ലാം റെസിപ്രോക്കൽ ആയിട്ടാ കിട്ടിയല്ലേ. അതായത് എ സ്റ്റാർ എന്ന് പറയുന്നത് അതാ, ഇഫ് വി കൺസിഡർ ഡയറക്റ്റ് ലാറ്റിസ്, സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ക്യൂബിന്റെ സൈഡ് എന്ന് പറയുന്നത് എ ആണ്. പക്ഷെ റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് എന്ന് പറയുന്നത് എന്തായാലും 1/a എന്നുള്ളൊരു ഇതിലാണ്. ഇത് റെസിപ്രോക്കൽ ആയിട്ടാണ് കിട്ടി. ഈ 2π എന്ന് പറയുന്നത് എന്താണ്, ഒരു മാഗ്നിറ്റ്യൂഡ് ആണ്. ഇത് ഡയറക്റ്റ് ലാറ്റിസ് നിന്ന് റെസിപ്രോക്കൽ ലാറ്റിസിക്ക് മാറുമ്പോൾ മാഗ്നിറ്റ്യൂഡിൽ ചെറുതായ ഒരു മാറ്റം ഉണ്ടെന്ന് കാണിക്കാനാണ്. ഇത് ഫുൾ റൊട്ടേഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കാനാണ് 2π എടുക്കുന്നത്. അപ്പൊ റെസിപ്രോക്കൽ ഇപ്പൊ നമുക്ക് എന്താ കിട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് ലാറ്റിസിന്റെ റെസിപ്രോക്കൽ തന്നെയാണ് റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന്. അതന്നെയല്ലേ ഇപ്പൊ നമുക്ക് ഇവിടെ സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ കിട്ടിയേ. അതായത് ക്യൂബിന്റെ സൈഡ്, ഡയറക്റ്റ് ലാറ്റിസിൽ ക്യൂബിന്റെ സൈഡ് എ ആണ്. റെസിപ്രോക്കൽ ലാറ്റിസിൽ ക്യൂബിന്റെ സൈഡ് എന്ത് കിട്ടി, 1/a എന്ന് കിട്ടി. അതായത് റെസിപ്രോക്കൽ ആണെന്ന് കിട്ടി. അപ്പൊ ഹിയർ ഇറ്റ്സ് ഓൺ റെസിപ്രോക്കൽ. അപ്പൊ സിമ്പിൾ ക്യൂബിക് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ തന്നെ റെസിപ്രോക്കൽ ആണ് എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ ആണോ? ആ, ഇനി അടുത്താണ് നമ്മുടെ എന്ത്, ഡയറക്റ്റ് ലാറ്റിസ് ഈക്വൽ ടു എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/a. അതാണ് എന്ത്, റെസിപ്രോക്കൽ ലാറ്റിസ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്, റെസിപ്രോക്കൽ ഓഫ് സിമ്പിൾ ക്യൂബിക് തന്നെയാണ് എന്നുള്ളത് കിട്ടി. ഇനി അടുത്തതാണ് നമ്മുടെ BCs. ഈ BCs സ്ട്രക്ചർ ഒന്ന് നേരെ നോക്കണേ, കാരണം ഇവിടെ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതൊരു യൂണിറ്റ് സെല്ലാണ്. ഈ യൂണിറ്റ് സെല്ലിന്റെ നേരെ മുകളിൽ യൂണിറ്റ് സെല്ല് ഇല്ല, സൈഡില് ഒരു യൂണിറ്റ് സെൽ ഉണ്ട്. അതേപോലെ ബാക്കിലും യൂണിറ്റ് സെൽ ഉണ്ട്, മുകളിലില്ല എന്നുള്ളത് ആലോചിച്ച് വെക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ BCsയുടെ സ്ട്രക്ചർ വരയ്ക്കുന്നത്. നമുക്കിത് നമ്മളുടെ വേണ്ട ആ കാര്യങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ BCC എന്ന് പറഞ്ഞ ബോഡി സെന്റേർഡ് ആണ്. ബോഡി സെന്റേർഡ് ആവുമ്പോൾ എന്താവും, ആ ഒരു യൂണിറ്റ് സെല്ലിന്റെ നടുക്കിലായിട്ട്, ഇത് ബോഡിയിലായിട്ട് എന്തുണ്ടാവും, ഒരു ആറ്റം ഉണ്ടാവും, എക്സ്ട്രാ ഒരു ആറ്റം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ഈ 3 ആറ്റം ഉണ്ട്. അപ്പൊ 3 യൂണിറ്റ് സെൽ ഉണ്ട്, 3 ആറ്റം ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം എ എന്നുള്ള ഫസ്റ്റത്തെ യൂണിറ്റ് സെൽ ഇതായി എടുക്കുക, രണ്ടാമത്തെ ഇത്, മൂന്നാമത്തെ ഇത്, അങ്ങനെ 3 യൂണിറ്റ് സെല്ലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് സെല്ല് എ. ആ എ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം എത്രയാണ്, ഒറിജിനിൽ അങ്ങോട്ട് പോകുമ്പോൾ a/2 അല്ലെ. അങ്ങനെ a/2 ഇൻറ്റു
ഈ പോയിന്റ് ഈ എ എന്ന് പറയുന്നത് ഏതൊക്കെ ഡയറക്ഷനിലാണ് ഉള്ളത്? എയിലും ബിയിലും. അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉണ്ട്. ഈ സെഡ് ആക്സിസ് അതായത് സിയിൽ എന്താണ് മൈനസ് ആണ്, നെഗറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്, ബാക്കിലല്ലേ. അപ്പോ നെഗറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്ത് കിട്ടും? ഐയും ജെയും എന്താണ്? പോസിറ്റീവ് ആണ്. സി എന്ന് പറയുന്നത് മാത്രം, അതായത് കെ എന്ന് പറയുന്നത് മാത്രം എന്താണ്? നെഗറ്റീവ് ആണ്. അങ്ങനെ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഇതെല്ലാം ക്യൂബ് ആണ് കേട്ടോ. അതായത് BCC ആയാലും FCC ആയാലും സിമ്പിൾ ക്യൂബിക് ആയാലും മൂന്നും എന്താണ് നമ്മൾ എടുക്കണത്? അതായത് ബോഡി സെന്റേർഡ് ക്യൂബിക്, ഫേസ് സെന്റേർഡ് ക്യൂബിക്, സിമ്പിൾ ക്യൂബിക്, അങ്ങനെ മൂന്നെണ്ണാണ് ക്യൂബ് ആയിട്ടാണ് എടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ എ ആയാലും ബി ആയാലും സി ആയാലും ഒക്കെ എന്താണത് എ ആയിട്ട് എടുക്കണം, കൺസിഡർ ചെയ്യണത്. അപ്പൊ ഫസ്റ്റത്തെ എ ഡയറക്ഷൻ, എ വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? A/2 ഇൻറ്റു I+J. അതായത് ഐയും ജെയും ആണ് പോസിറ്റീവ്, സി എന്താണ് നെഗറ്റീവ്, അപ്പൊ -K. ഇനി അടുത്ത് ബി വെക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ഈ ബി വെക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയും സിയും എന്താണ് പോസിറ്റീവ്, അതായത് ജെയും കെയും പോസിറ്റീവ്, മറ്റേത് എന്താണ്? മറ്റേത് നെഗറ്റീവ് ആണ് അല്ലേ. ഈ ഭാഗം എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആയിട്ട്, അപ്പൊ -I+J+K എന്ന് കിട്ടി. ഇനി വെക്ടർ സി എന്ന് പറഞ്ഞാലോ, A/2 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? സിയും വരും എയും വരും, മറ്റേത് നെഗറ്റീവ്. അപ്പോ സി എന്ന് പറഞ്ഞാൽ കെ, എ എന്ന് പറഞ്ഞാൽ ഐ, അപ്പൊ I+K - J, ഇത് I-J+K. അപ്പൊ ഇതാണ് നമ്മുടെ 3 സൈഡ്സ്. ഇനി നമ്മൾ ഇതേപോലെ എന്ത് ചെയ്തു? വോളിയം കാണണം. അതേപോലെ A സ്റ്റാർ, B സ്റ്റാർ, C സ്റ്റാർ കാണണം. വോളിയം നമുക്ക് എല്ലാറ്റിനും കോമൺ ആയി വേണോണ്ട് നമ്മൾ എന്ത് ചെയ്തു? A.B×C കാണണം. അത് A.B×C പറഞ്ഞാൽ എയിലും ബിയിലും സിയിലും എന്തുണ്ട്? A/2 ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്തു? ഇൻറ്റു ഇത് പുറത്തെടുത്തു. അപ്പൊ A3/8 എന്ന് കിട്ടി. ഇനി 3 ഇൻറ്റു, അതായത് ഫസ്റ്റത്തേല് സി ആണ്, കെ ആണ് നെഗറ്റീവ്, രണ്ടാമത്തേല് ഏതാ ഐ ആണ് നെഗറ്റീവ്, മൂന്നാമത്തേല് ജെ ആണ് നെഗറ്റീവ്. അങ്ങനെ 3 എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഡിറ്റർമിനന്റ് എടുത്ത് കണ്ടപ്പോ A3/2 എന്ന് കിട്ടി. അതാണ് നമ്മുടെ വോളിയം. അതേപോലെ B×C കാണാൻ അറിയാലോ. B×C എങ്ങനെ കാണുക? ബിയിലുള്ള, അതായത് IJ ഇട്ടു, എന്നിട്ട് ബിയിലുള്ളതിന്റെ ഇത് എഴുതി, അതേപോലെ സിയുടെ എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? ഡിറ്റർമിനന്റ് കാണുമ്പോൾ കിട്ടണതാണ് നമ്മുടെ എന്ത്? B×C. B×C പറഞ്ഞാൽ ബിയിലും സിയിലും A/2 ഉണ്ട്. അങ്ങനെ A²/4 എന്ന് കിട്ടി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? A സ്റ്റാർ കണ്ടു. A സ്റ്റാർ കാണാൻ മനസ്സിലായില്ലേ? A സ്റ്റാർ കാണാൻ മനസ്സിലായില്ല? മനസ്സിലായി മിസ്. അപ്പോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? A സ്റ്റാർ കണ്ടു. A സ്റ്റാർ കാണുമ്പോൾ 2π ഉണ്ട്, A²/4 ഉണ്ട്. അങ്ങനെ അത് കുറച്ച് വെട്ടിപ്പോയിട്ട് 2ഉം 4ഉം ഒക്കെ വെട്ടിപ്പോയി. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇവിടെ 2i+2j എന്നാണ് ഈ ഡിറ്റർമിനന്റ് കാണുമ്പോൾ കിട്ടുക. അപ്പൊ A²/4 ഇൻറ്റു 2i+2j ഡിവൈഡ് ബൈ A3/2 എന്ന് കിട്ടി. അതൊക്കെ വെട്ടിപ്പോയി. ലാസ്റ്റ് എന്ത് കിട്ടി? 2π/A ഇൻറ്റു I+J എന്ന് കിട്ടി. അതേപോലെ നമ്മൾ ബി സ്റ്റാർ ഇതേപോലെ ഡിറ്റർമിനന്റ് ഒക്കെ കണ്ട് ചെയ്തപ്പോ എന്ത് കിട്ടി? J+K എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പൊ ബി സ്റ്റാർ എന്ന് പറഞ്ഞാൽ 2π/A ഇൻറ്റു J+, ഇതേ ഫോർമാറ്റ് ആണ്, ഇതേ സ്റ്റെപ്സ് ആണ് ചെയ്യേണ്ടത്, വേറെ മാറ്റമൊന്നുമില്ല. അതേപോലെ സി സ്റ്റാർ കണ്ടു. സി സ്റ്റാറിന്റെ ഈ A സ്റ്റാർ ആയാലും B സ്റ്റാർ ആയാലും C സ്റ്റാർ ആയാലും നമുക്ക് ഇക്വേഷൻസ് ആണ് കാണാപ്പാടെ അറിയേണ്ടത്. അതായത് ആ ക്ലോക്ക് വൈസ് ഉള്ള ആ ഒരു ഇത് ആലോചിച്ച് ചെയ്താൽ മതി, അപ്പൊ കിട്ടും. അങ്ങനെ നമുക്ക് സി സ്റ്റാറും കിട്ടി. ഇപ്പൊ ഈ ഒരു ഇത് കണ്ടിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെസിപ്രോക്കൽ ഇതാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജസ്റ്റ് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് FCCയുടെയും കൂടി കണ്ട BCCയുടെ FCC തന്നെയാണെന്ന് മനസ്സിലാവും. ഇപ്പൊ FCCയുടെ കാണിച്ചു തരാം. FCCയുടെ FCC നോക്കി നോക്കൂ. FCCക്ക് നമ്മൾ ഒരൊറ്റ യൂണിറ്റ് സെൽ തന്നെ എടുക്കുള്ളൂ. ഫേസ് സെന്ററിലാണ്. ഫേസ് സെന്ററിലുള്ള 3 ഡയറക്ഷൻ എടുത്തിട്ട് അപ്പൊ അതായത് എയിലാവുമ്പോ എന്താ എയും ബിയും മാത്രമേ ഉള്ളൂ. സിയുടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഐയും ജെയും. ബിയിലാവുമ്പോ ഏതാ? ബിയും സിയും. അപ്പൊ ജെയും കെയും മാത്രം വന്നു.
സി ആവുമ്പോ എയും സിയും, അപ്പൊ ഐയും കെയും. അപ്പൊ ഇതേ സാധനല്ലേ നമുക്ക് നേരത്തെ ഇപ്പൊ BCC ചെയ്തപ്പോ കിട്ടിയേ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയണത്, റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് BCC എന്താണ്, റെസിപ്രോക്കൽ ഓഫ് BCC ഈസ് FCC എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ഓഫ് BCC എന്താണ്, FCC ആണ് എന്ന് കിട്ടി. അപ്പൊ സിമ്പിൾ ക്യൂബിക്കിന് നമ്മൾ എന്താ കിട്ടിയത്, സിമ്പിൾ ക്യൂബിക് തന്നെയാണ് എന്ന് കിട്ടി. BCCയുടെ റെസിപ്രോക്കൽ എന്താന്ന് കിട്ടി, FCC ആണെന്നും കിട്ടി. അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് FCCD കാണാം. ഇതാ FCCയുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, വെക്ടർ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി, വെക്ടർ A എന്ന് പറഞ്ഞ ഈ ഭാഗം എയും ബിയും മാത്രം, അങ്ങനെ അത് എഴുതി. B എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ, ബിയും സിയും മാത്രം, അങ്ങനെ അത് എഴുതി. C എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും. അങ്ങനെ അതേപോലെ വോളിയം കാണാലോ, വോളിയം കാണുമ്പോൾ ഫസ്റ്റത്തേല് C ഇല്ല, അപ്പൊ അത് 0 ആക്കി എടുത്തു. രണ്ടാമത്തേല് ഇതില്ല, A ഇല്ല, അതുകൊണ്ട് അത് 0 ആക്കി എടുത്തു. മൂന്നാമത്തേല് B ഇല്ല, അപ്പൊ അത് 0 ആക്കി എടുത്തു. അങ്ങനെ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടപ്പോ വോളിയം AQ/4 എന്ന് കിട്ടി. ഇതേപോലെ A സ്റ്റാർ കാണുകയാണ്. A സ്റ്റാർ കാണുമ്പോ എന്ത് ചെയ്തു, B ക്രോസ് C കാണണം. B ക്രോസ് C ആണ് IJK 0 1 1 1 0 1. അങ്ങനെ ഡിറ്റർമിനന്റ് കണ്ടപ്പോ നമുക്ക് എന്ത് കിട്ടി, I+J - K എന്ന് കിട്ടി. അത് ഡിവൈഡഡ് ബൈ വോളിയം, അതൊക്കെ ചെയ്തപ്പോ ലാസ്റ്റ് 2π/A × I+J - K. ഇതല്ലേ നമ്മുടെ ബോഡി സെന്ററിന്റെ ആ തുടക്കത്തില് A കിട്ടിയത്, വെക്ടർ A. അപ്പൊ A സ്റ്റാർ = BCCയുടെ A എന്ന് കിട്ടി FCC ചെയ്യുമ്പോ. അതേപോലെ B സ്റ്റാർ കണ്ടു. B സ്റ്റാർ കണ്ടപ്പോഴും ഇതേപോലെ വോള്യൂം ഇതൊക്കെ ഇട്ട് കൊടുത്ത് 2π/A × ഇത് തന്നെയാണ് എന്ത്, BCCയുടെ B. C സ്റ്റാർ കണ്ടു, C സ്റ്റാർ തന്നെയാണ് എന്ത്, BCCയുടെ C. അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം, റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് FCC ഈസ് BCC. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പ്രൂവ് ചെയ്തു, സിമ്പിൾ ക്യൂബിക്കിന്റെ സിമ്പിൾ ക്യൂബിക് തന്നെയാണ്, BCCയുടെ FCC ആണ്, FCCയുടെ BCC ആണ്. ഓക്കെ, മനസ്സിലായോ? ഹലോ. മനസ്സിലായി മിസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റെസിപ്രോക്കൽ ലാറ്റിസിലും മില്ലർ ഇൻഡിസസിലും പറയാനുള്ളത്. ഇതില് ആ ലാസ്റ്റത്തെ പ്രോപ്പർട്ടിയാണ് റെസിപ്രോക്കൽ ലാറ്റിസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടി. സിമ്പിൾ ക്യൂബിക്കിന്റെ സിമ്പിൾ ക്യൂബിക് ആണ്, ഫേസ് സെന്ററിന്റെ ബോഡി സെന്റേർഡ് ആണ്, ബോഡി സെന്ററിന്റെ FCC ആണ് റെസിപ്രോക്കൽ ലാറ്റിസ് എന്നുള്ളത്. അപ്പൊ പിന്നെ അതിന്റെ ആ പ്രോപ്പർട്ടീസ് നോക്കി വയ്ക്കുക. കാരണം ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആ 4 ഓപ്ഷൻ തന്നിട്ട് ഇത് ഏതെങ്കിലും ഒന്ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് തെറ്റാണ്. അപ്പൊ ഇത് ഏതാ തെറ്റ് എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ ഇതിൽ ക്വസ്റ്റ്യൻ വരാം. അതേപോലെ പ്രോബ്ലം സെക്ഷൻസ് വരാം. അതായത് റെസിപ്രോക്കൽ ലാറ്റിസ് മില്ലർ ഇൻഡിസസ് കാണാനോ അല്ലെങ്കിൽ റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ കാണാനോ ഒക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് DHKL കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ കാണാൻ പറ്റും. അതാണ് പിന്നൊന്ന്. അതേപോലെ എന്ത് ചെയ്യാം, ഡയറക്ഷൻസ്, 2 ഡയറക്ഷൻസ് തമ്മിലുള്ള ആംഗിൾ കാണാൻ പറയാം. പിന്നെ ഈ പ്രോബ്ലംസ് ആണ് അധികം ഇതിൽ ചോദിച്ചു കാണാറ്, ഈ മില്ലർ ഇൻഡിസസ് കാണാനുള്ളത്. പിന്നെ അത് ബേസിക് ആയ കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാം മനസ്സിലായി വിചാരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു.